ഈ കപ്പലുകളിൽ നിന്നുള്ള കണ്ടെയ്നർ ദുരിതം തീരാതെ മത്സ്യത്തൊഴിലാളികൾ കൊല്ലം അഴീക്കലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾക്ക് കണ്ടെയ്നർ അവശിഷ്ടങ്ങളിലാണ് വലയിൽ ലഭിച്ചത്. അവശിഷ്ടങ്ങൾ കുരുങ്ങി വല നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 18 ഭാഗം വെള്ളത്തിൽ നിന്നും കണ്ടെയ്നർ പൊക്കിയെടുക്കുകയാണ്. സർക്കാരിന് കഴിവില്ലെങ്കിൽ 18 ഭാഗം വെള്ളത്തിൽ വെച്ച് കണ്ടെയ്നർ കയറി പൊക്കിയെടുക്കാൻ പോവുകയാണ്. സർക്കാരിന് ജോലി ലിജോയുടെ വിവരങ്ങൾ നൽകാനായി. ലിജോ, നോക്കൂ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ആശങ്കകൾക്കും അറുതികൾക്കും ഇപ്പോഴും ഇതിനൊരു പരിഹാരമായിട്ടില്ല. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അവരുടെ ഉപജീവന മാർഗമായ വലകളൊക്കെ നശിക്കുന്നു എന്ന തരത്തിൽ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശാശ്വതമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് ഇന്ന് എവിടെയാണ് ഈ സംഭവം സംഭവിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം അഴീക്കലിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 2 ബോട്ടുകളിലാണ് ഇത്തരത്തിൽ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങൾ അടിഞ്ഞിരിക്കുന്നത്. അതായത് അറബിക്കടലിൽ മുങ്ങിയ എൽസാത്രിയിൽ നിന്നുള്ള കണ്ടെയ്നറിന്റെ ഭാഗങ്ങളാണ് ഈ അടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയൊക്കെ വലിയ ഭാഗങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങളായി വന്ന് അത് ആകെ നശിപ്പിക്കുന്നു. അതിലാണ് ഇവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിരിക്കുന്നത്. ഈ അഴീക്കലിൽ നിന്നും പോയ പത്മതീർത്ഥ, ശരവണ എന്നീ 2 ബോട്ടുകളുടെ വലകളിലാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ കുടുങ്ങിയത്. പലതവണ ഇവർ ഈ പരാതി ഉന്നയിച്ചെങ്കിൽ പോലും അത് ഫിഷറീസ് വകുപ്പോ അല്ലെങ്കിൽ കോസ്റ്റൽ വകുപ്പോ ഒന്നും അതിൽ കൃത്യമായി ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ലക്ഷങ്ങളുടെ നഷ്ടമാണ്. കാര്യം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞാണ് വലകൾ ഇവർ ഇറക്കിയത്. ആ സമയത്ത് ലക്ഷങ്ങളുടെ പണി ചെയ്തിട്ട് വീണ്ടും ഇറക്കുന്ന വലകൾ ഇത്തരത്തിൽ നശിക്കുന്നത് മത്സ്യബന്ധന മേഖലയ്ക്ക് തന്നെ ആകെ നഷ്ടമുണ്ടാകുന്ന വിലയിരുത്തലാണ് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് മത്സ്യബന്ധന മേഖലയുടെ തീരുമാനം.